ശ്രീ രതീഷ് ചക്രപാണി, നമ്മൾ കുറച്ചധികം നേരം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. കാരണം അങ്ങനെ ഒരു ഗൗരവമുള്ള വിഷയമാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ സംസ്ഥാന സർക്കാർ മന്ത്രിസഭ ശുപാർശ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിയമവകുപ്പിലൂടെ തീരുമാനമായി ഗവർണറുടെ മുമ്പിലേക്ക് പോയ ആളിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, സംഘപരിവാർ ബന്ധത്തെ സംബന്ധിച്ച് എത്ര ശക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രശ്നം എവിടേക്കാണ് പോകുന്നത്? ഇതിനെ മുഖ്യമന്ത്രി ഇപ്പോൾ PM നിയാസിനെ പോലൊരു നേതാവ് പങ്കുവച്ച വിവരങ്ങൾ വളരെ ഗൗരവത്തോടെ അംഗീകരിക്കേണ്ടതായി വരുന്ന ഒരു നിലയാണോ? രതീഷ് ചക്രപാണി ഇത്രയും കേട്ട ശേഷം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ശരത്തെ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, പ്രിയപ്പെട്ട നിയാസിൻ്റെ പോരാട്ടം വളരെ നല്ലതാണ്, അത് സതുദ്ദേശപരമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത് വിജയിക്കട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ആശംസിക്കുന്നു. പക്ഷേ വിജയിക്കാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ നമ്മുടെ നാട്ടിലിപ്പോൾ നിയാസ് തന്നെ പറഞ്ഞു, KB പ്രദീപ്, അതായത് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായിരുന്ന KB പ്രദീപിൻ്റെ നിയമനമുണ്ടായി, അത് പിൻവലിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതുപോലെ പിൻവലിക്കാൻ പോകുന്ന ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് ഇത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വയുടെ ഒരു കടന്നുകയറ്റം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ആദ്യ ഘട്ടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ മനോജ് കുമാർ അഗർവാൾ എന്ന് പറയുന്ന ഒരാൾ ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് ഇരുന്നിരുന്നു. ഇരുന്നപ്പോൾ അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ആദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്ത ലിസ്റ്റ് അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ നിന്ന് ആൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിലപാടെടുക്കുകയും, രണ്ടാമത് കൊടുത്ത ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാളാണ് മനോജ് കുമാർ അഗർവാൾ എന്ന് പറയുന്നത്. ആ രണ്ടാമത് വന്നിട്ടുള്ള ലിസ്റ്റിൽ മനോജ് കുമാർ അഗർവാളിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ശരത്തും അതുപോലെ പ്രേക്ഷകരൊക്കെ കൃത്യമായി കേൾക്കേണ്ടത്, അദ്ദേഹത്തിനെതിരെ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റിൻ്റെ പേരിൽ CBI എൻക്വയറി ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഹെഡായിരിക്കുമ്പോഴേക്കും അദ്ദേഹം അതിൽ ചില ക്രമക്കേടുകൾ കാണിച്ചു എന്ന് പറയുന്ന രീതിയിൽ പരാതിയും അതിൻ്റെ പുറത്ത് അന്വേഷണവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെരി ഗുഡ്, അങ്ങനെയുള്ള ഒരാളെ വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വെസ്റ്റ് ബംഗാളിൽ അത്തരത്തിലുള്ള ഒരാളെ വെച്ചതും 90 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ അവിടെ വെട്ടിമാറ്റപ്പെട്ടതും. അതിനുശേഷം ഈ ജൂലൈയിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന അദ്ദേഹത്തെ തൊട്ടടുത്ത ദിവസം, അതായത് അവിടെ സുവേന്ദു അധികാരി അധികാരമേറ്റെടുത്ത ഉടനെ തന്നെ ചീഫ് സെക്രട്ടറി ആയിട്ട് വെച്ചതൊക്കെ നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത്, സംഘപരിവാർ അല്ലെങ്കിൽ BJPക്കാർ അവരുടെ രാഷ്ട്രീയവും അവരുടെ കോർപ്പറേറ്റ് ബിസിനസ്സുകളുമെല്ലാം ഒന്നിച്ചുകൊണ്ട് പലപ്പോഴും ആളുകളെ പിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ സെൻകുമാർ, ശ്രീലേഖ, ജേക്കബ് തോമസ്, ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ റിട്ടയർ ആകുമ്പോഴേക്കും അവിടെ പോയി ജോയിൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിലുള്ളൊരു ഘട്ടത്തിലേക്കാണ് കേരളവും കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത് ഈ ഒരു പോസ്റ്റിൻ്റെ പുറത്ത് മാത്രം ഒറ്റപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സമരമാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ PM നിയാസ് തന്നെ ഇവിടെ ഇതൊന്നൊക്കെ ഇവർക്ക് അറിയാത്തതുകൊണ്ടാണ്, നമ്മുടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഷാജിക്കോ ഒക്കെ അറിയാത്തതുകൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ നിഷ്കളങ്കമായി വിചാരിക്കാം. പക്ഷേ അങ്ങനെ ആയിരുന്നുവെങ്കിൽ 27-ാം തീയതിയാണ് PM നിയാസ് എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട, അദ്ദേഹം കോഴിക്കോട്ടിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് കൂടിയാണ്, അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം പാർട്ടിക്ക് ഒരു പരാതി എഴുതി നൽകുകയാണ് ചെയ്യുന്നത്. 27-ാം തീയതിയാണ്. ശരത്ത് അറിയേണ്ടത്, പ്രേക്ഷകർ അറിയേണ്ടത്, ഇപ്പോൾ 72 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 72 മണിക്കൂറിനകം അദ്ദേഹത്തിൻ്റെ പരാതിയിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന 2 വാചകങ്ങളുണ്ട്. ഒന്ന്, ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ ഇദ്ദേഹം മെമ്പറാകേണ്ടതാണ്. രണ്ടാമത്തേത്, കോൺഗ്രസിന് ഇത് തീരാ തലവേദനയാകാൻ പോകുന്നൊരു തീരുമാനമാണ്. കാരണം അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പഞ്ചായത്തുകളുടെ വിഭജനം വരുന്നു, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ലോക്സഭാ സീറ്റുകളുടെ നമ്പർ കൂടിയേക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിൽ വിഭജനം വരുന്നു എന്ന് പറയുന്ന ഒരു ആശങ്ക അദ്ദേഹം ഉന്നയിക്കുമ്പോൾ, ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക നമുക്കൊന്ന് പരിശോധിക്കാം എന്ന് ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാനും പബ്ലിക്കായി പറയേണ്ടതില്ല എന്ന് പറയാനും പോലും അവർ തയ്യാറാവാത്തത് എന്താണ്? ഒന്ന്. രണ്ടാമത്തെ അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയാസ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഈ ചാനലുകളിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു KM ഷാജിയെ, എനിക്കറിയാം കൃത്യമായി സംഘപരിവാർ ബന്ധമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാര്യം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം തന്നെ ഈ പ്രഖ്യാപനം വന്ന് ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്ത വന്നതിന് ശേഷം ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇതെല്ലാം തന്നെ ഒറ്റടിക്ക് ആ അക്കൗണ്ടുകളൊക്കെ തന്നെ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ, അത് തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പോസ്റ്റിലേക്ക് ഇരിക്കാനുള്ള അയോഗ്യതയല്ലേ?
ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം എന്നെ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുന്നു, അപ്പം തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഓടിക്കളയുന്നു എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ഒളിച്ചു പിടിക്കാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്ര ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ജുഡീഷ്യൽ സർവീസിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയോ പ്രതികരണങ്ങൾ നടത്താൻ പോലും ലിമിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജഡ്ജിനെ അങ്ങനെ പിരിച്ചുവിട്ടിട്ടുണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ പോലും ഇല്ലാതാക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ഇല്ലാതാക്കിയതാണോ? അപ്പോൾ അത്തരത്തിൽ അതീവ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഭരിക്കുന്ന ഇപ്പോൾ ഭരണം കയ്യിലേൽക്കുന്ന ആളുകളുടെ മൗനാനുവാദത്തോടുകൂടി പലപ്പോഴും ഒരു കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ ഹിന്ദുത്വവുമായിട്ടുള്ള ഒരു ബ്ലൻഡ് നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ജയശങ്കർ മന്ത്രിയായിരിക്കുന്നു, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അജിത് ഡോവൽ ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്നു, ഇപ്പോൾ ഏതാണ്ട് BJPയുടെ വലിയൊരു ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ ആയിക്കൊണ്ട് ഏതാണ്ട് അതേ രീതിയിലേക്ക് കേരളവും പിടിക്കാനുള്ള ഒരു തന്ത്രം മെനയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇത്തരം ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്.